നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ സുനിതയെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നൊരു തോന്നൽ സമൂഹത്തിനുണ്ടാവരുത്. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആരൊക്കെ സുനിതയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. ശത്രുതയുടെ വിത്തുകൾ പാകിയിട്ടായിരിക്കുമല്ലോ അവൾ ഹോസ്പിറ്റൽ വിട്ടത്. അയ്യോ, അയ്യോ, ഇത്രയും സന്തോഷം നിറഞ്ഞൊരു രാത്രി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെന്താ, ഇന്നാണോ നിന്റെ ഭർത്താവിന്റെ കണ്ണ് എന്നേക്കുമായി അടഞ്ഞ ദിവസം? അത് കള. അന്ന് നിങ്ങൾ സന്തോഷിച്ചു കാണും. ഇന്നിപ്പോ നിങ്ങളുടെ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും കണ്ണ് എന്നേക്കുമായി ആ ഡോക്ടർ തിരുമ്മി അടച്ചല്ലോ. ഇനി അതൊരിക്കലും തുറക്കത്തില്ല. പ്രഗത്ഭനായ ഡോക്ടർ ജയശങ്കറും അതിലും പ്രഗത്ഭനായ മരുമകൻ ഡോക്ടർ ഭൂലോക സുന്ദരി മോളും റോട്ടിലൂടെ തലയുയർത്തി നടക്കുന്നതൊന്ന് കാണട്ടെ. നാട്ടുകാര് കല്ലെടുത്തു നോക്കിക്കോ. ജനം ഇരച്ചു കയറി അടിച്ചു തകർക്കും അക്ഷര ഹോസ്പിറ്റൽ. അപ്പച്ചി എന്തൊക്കെയാ പറയുന്നത്? സ്വന്തം കുടുംബത്തിന് നേരെ പുറത്തുള്ളവർ ആക്രമിക്കുമ്പോ ഇങ്ങനെ സന്തോഷിക്കാൻ എങ്ങനെ കഴിയുന്നു? അപ്പച്ചിക്ക് ഒരു മനസാക്ഷിയില്ലേ? ഞാൻ സന്തോഷിക്കുവേടി. നിന്റെ ഡാഡിയുടെയും നിന്റെയും ദേഹത്ത് വീഴുന്ന ഓരോ കല്ലുകളും കാഞ്ചനയ്ക്ക് കിട്ടുന്ന പൂക്കളായിട്ടേ ഞാൻ കരുതത്തുള്ളൂ. അത്രക്ക് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ. അത്രക്ക് എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ. എനിക്ക് അവകാശപ്പെട്ടതൊന്നും തരാതെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. വെട്ടിപ്പിടിച്ചു വച്ചതല്ല കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ടു പോകുന്നത് ഇപ്പൊ കണ്ടോണ്ടിരിക്കല്ലേ. അതാണ് കാലം, അതാണ് ദൈവം. ഞാൻ ഇത്രയും കാലം മെഴുകുതിരി കത്തിച്ചതും ബൈബിൾ വായിച്ചതും ഒന്നും വെറുതെ അല്ല. അതുകൊണ്ടാണ് ഡോക്ടർ ജയശങ്കർ പാതി തളർന്ന ശരീരവുമായി ഈ ഭൂമിയിൽ അവശേഷിച്ച് നിൽക്കുന്നത്. അത് ദൈവം നിങ്ങൾക്ക് തന്ന ഭാഗ്യമല്ല, നിങ്ങൾക്ക് തന്ന ശിക്ഷയാണ്. ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ട്, ഒരുപാട് അനുഭവിക്കാനുണ്ട്. അമ്പെ തോറ്റുപോയവനായിട്ടേ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകൂ. അത് കണ്ട് ഞാൻ പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കും. മൂന്ന് പേരും കൂടി അടുപ്പുകല്ല് കൂട്ടിയ പോലെ ഇരുന്ന് ആലോചിക്കും ഇനി എന്ത് ചെയ്യണമെന്ന്. പക്ഷേ എത്ര ആലോചിച്ചാലും ഒരു ഉത്തരം കിട്ടൂല. ആലോചിച്ചു ഉത്തരം കിട്ടൂല. നീ ആ ഡോക്ടറെയാണോ വിളിക്കുന്നേ? എന്താടാ, നിന്റെ ദൈവത്തെ ഫോണിൽ കിട്ടുന്നില്ലേ? കിട്ടിക്കോളും, വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവും എന്റെ ദൈവം. കൂടുതൽ വിളിയും പറച്ചിലും ഒന്നും വേണ്ട. ആ ഡോക്ടറെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഓരെങ്കിൽ നിനക്ക് ഹൃദയം കിട്ടിയതും അവിടുന്നാ. എടാ, നീ ഇനിയും മൊഴി കൊടുക്കാനൊക്കെ കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന്. അതിനെന്താ, പോയിന്റ് വന്നാ പോകണം. അല്ലാതെ ഒരു നിർണായക സമയത്ത് നമ്മളെ സഹായിച്ച ആളുകളെ കൈവിടുകയാണോ വേണ്ടത്? അതെ, പ്രേമയ്ക്ക് പിന്നെ നന്ദി എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തോണ്ട് കുഴപ്പമില്ല അച്ഛാ. സിദ്ധു, ഡോക്ടറെ, പത്രസമ്മേളനം കണ്ടു കാണുമല്ലേ? കണ്ടു ഡോക്ടർ. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഇതിലൊരു അപകടം മണക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവരുന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ പലതും നോൺ ബെയിലബിൾ ഒഫൻസാ.
സിദ്ധു ഇപ്പൊ പറഞ്ഞതിൽ തന്നെ ഉണ്ടല്ലോ ആരോപണം എന്ന പദം. അവരാരോപിക്കട്ടെ, നമുക്ക് നോക്കാം. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നേ? നമ്മുടെ ലീഗൽ ടീമിനോട് ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. അതുകൂടി അറിഞ്ഞിട്ട് എന്തു വേണമെന്ന് തീരുമാനിക്കാം. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ വിളിച്ചാൽ മതി, ഞാനങ്ങ് എത്തിക്കോളാം. അല്ലെങ്കിൽ അത് വേണ്ട, ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങ് വന്നോളാം. സിദ്ധു ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, സ്വസ്ഥമായിട്ടിരിക്കേ. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് നമുക്കറിഞ്ഞൂടെ, പിന്നെന്തിനു പേടിക്കാനാ? എന്നാ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഡോക്ടർ ഫോൺ വെച്ചോ. എന്തു പറഞ്ഞിട്ട് അങ്ങേരെ? പേടിച്ച് വീട്ടിൽ കയറി ഇരിപ്പാണോ? അതിന് തെറ്റ് ചെയ്തവര് പേടിച്ചാ പോരെ? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് കൂട്ടുപ്രതികളാവുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ മറ്റാരായില്ലെങ്കിലും ആ ദേവിക്ക് കൂട്ടുപ്രതിയാവും. ഓ, അവളല്ലേ അങ്ങേരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. പ്രേമേ, നിനക്കിപ്പോ എന്താ വേണ്ടത്? അയ്യോ, എനിക്കെന്തും വേണ്ടായേ. സത്യമുള്ള കുടുംബം ഇത്. ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കാൻ നോക്കിയവരോടെ ദൈവം ചോദിച്ചോളും ഓരോ രീതിയില്. പ്രേമേ, നിനക്ക് വ്യക്തിപരമായ വൈരാഗ്യവും പകയും വാശിയും ഒക്കെ പലരോടും കാണും. പക്ഷേ ആ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് കൊണ്ടും ദേവികയുടെ ഭർത്താവ് ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടും മാത്രമാണ് നിന്റെ അനിയൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് ഓർത്തോണം. കേട്ടല്ലോ? അച്ഛൻ, ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, നിൽക്കോ. നീ ഒട്ടഹസിക്കാതെ വിളിച്ച കാര്യം പറടി. ഹാ, പറയാം. നീ പ്രസ് മീറ്റ് കണ്ടില്ലായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നീ ഒരു പ്രസ് മീറ്റ് നടത്തിയെന്ന് കരുതി എന്നെ നാളെ തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലല്ലോ. നീ തൂങ്ങും. നിന്നെ ഞാൻ തൂക്കും. അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിൽ നടന്ന സ്കാമിൽ എനിക്കും പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ, അപ്പോ നീയും തൂങ്ങുമല്ലോ. കൂട്ടുപ്രതിയല്ലേ? ഞാൻ തൂങ്ങിക്കോട്ടെ, അതെനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ കയറിന്റെ മറ്റേ അറ്റത്ത് നീയും കാണും. ഇതൊരു തുടക്കം മാത്രം. ബാക്കി വഴിയേ അറിഞ്ഞാൽ മതി. അല്ല, നിന്നെ പത്രക്കാർ വല്ലതും വിളിച്ചിരുന്നോ ബൈറ്റ് എടുക്കാനായിട്ട്? ഇതുവരെ വന്നില്ലെന്ന് കരുതി വിഷമിക്കണ്ട. വലിയൊരു സ്കൂപ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. കൊടയും മൈക്കൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ നേരത്തെ അങ്ങ് എത്തിക്കോളും. നാളെ മുതൽ നീ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. അന്വേഷണം, മൊഴി കൊടുക്കൽ, പത്രക്കാർക്ക് മറുപടി കൊടുക്കൽ, മെഡിക്കൽ ബോർഡിന് വിശദീകരണം കൊടുക്കൽ. ഹോ, ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും സമയം കാണില്ല. അല്ല, ഇനി നിനക്ക് ഫാഷൻ ഷോയ്ക്കൊക്കെ പോകാൻ സമയം കാണുമോ? എന്റെ കാര്യം ഓർത്ത് നീ ബുദ്ധിമുട്ടണ്ട. ഓ, ഒരു ബുദ്ധിമുട്ടും ഇല്ലേ? സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായാലും അവശേഷിക്കുന്ന സമാധാനത്തോടെ നിനക്കുറങ്ങാനുള്ള അവസാന രാത്രിയാ.